തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ശരവണപ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ IT കമ്പനീസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ എംപ്ലോയീസ് ഒക്കെ ഒരുപാട് നാടുകളിൽ നിന്ന് അവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒരു IT ഹബ്ബ് പോലെയാണ്. അപ്പോൾ ചുറ്റുള്ള വീടുകളും മറ്റൊക്കെ ഒരുപാട് ആളുകൾ വാടക കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വീടുകളുടെ താഴത്തെ ഫ്ലോറുകളിൽ ആ വീട്ടുടമസ്ഥരും അതേപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ വാടക കൊടുത്തിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാടധികം വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 20, 2024 ശരവണപ്പെട്ടിയിലെ സത്യമൂർത്തി നഗർ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ സുരേഷ് എന്ന് പറയുന്ന പയ്യൻ രാത്രിക്കാലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറ്റി ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ നടന്നു വരായിരുന്നു. ഏകദേശം 25ഓളം വയസ്സ് പ്രായം ഉണ്ട് ആ പയ്യൻ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീനെ ഫുള്ളായിട്ട് ആ പയ്യൻ സ്കാൻ ചെയ്യാണ്. ഈ രാത്രി സമയത്തൊക്കെ ഒരു സ്ത്രീ എന്താണ് ഇങ്ങനെ നടന്നു വരുന്നത് എന്നുള്ളൊരു ഇതിലൂടെ തന്നെയായിരുന്നു ആ ഒരു സ്ത്രീ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത്. വല്ലാത്ത രീതിയിലുള്ള ഒരു നോട്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ഫിഗറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു സ്ത്രീ പാസ് ചെയ്ത് പോയി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ട് ആ ഒരു സ്ത്രീയുടെ ബാക്കും കാര്യങ്ങളൊക്കെ നോക്കി. അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ്റെ നേരെ ഹോസ്റ്റലിലോട്ട് പോവുമായിരുന്നു. അങ്ങനെ ആ ഒരു ഹോസ്റ്റലിൽ എത്തുന്നതിന്റെ മുൻപ്, അതായത് PG ഹോസ്റ്റലിലായിരുന്നു ആ ഒരു പയ്യനും ആളുടെ സുഹൃത്തുക്കളും നിന്നിരുന്നത്. അതിന്റെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് അയ്യോ എനിക്ക് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചില് ഈ പയ്യൻ കേൾക്കുകയാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ബിധാൻ ഹസാരിക എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു യുവാവും ആളുടെ വൈഫായിട്ടുള്ള ജിന്തി എന്ന് പറയുന്ന 24-കാരിയുമായിരുന്നു. അപ്പോൾ ഈ ഒരു സുരേഷിന് നന്നായിട്ട് അറിയാവുന്ന ഒരു പയ്യനായിരുന്നു ആൾ. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുന്നതും ചായ കുടിക്കാൻ പോകുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള പല പരിപാടികളും അവർ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ എന്താ പറ്റിയത് വിധാന്, ആളുടെ വൈഫ് ഇവിടെ ഇല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഡോറ് ഫ്രണ്ടിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുള്ളത് ആൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഡോറിൽ കുറെ നേരം നോക്ക് ചെയ്ത് നോക്കി. അപ്പോഴൊന്നും അകത്തുനിന്ന് ഈ ഒരു സൗണ്ട് കേൾക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഡോറ് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സുരേഷാണ്, എന്താണ് പറ്റിയതെന്ന് എന്താണ് സംഭവം എന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ സുരേഷ് എന്നെ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോടാ, ഞാനിവിടെ കിടന്നു കഴിഞ്ഞാൽ മരിച്ചുപോടാ, വേഗം വായോ എന്ന് വിളിച്ചു പറയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്തോ ഒരു സീരിയസ് ആണെന്നുള്ളത് ഈ പയ്യന് മനസ്സിലാവാണ്. ആ പയ്യൻ നേരെ തന്നെ തന്റെ ഹോസ്റ്റലിലോട്ട് പോയിട്ട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ആ ഒരു ഡോറ് അവർ പൊളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം അതും ഒരു റെന്റഡ് വീടായിരുന്നു. ആ ഒരു വീടിന്റെ ഓണർ അവിടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത്. ഇനിയിപ്പോ ആളെ കോണ്ടാക്ട് ചെയ്ത് സ്പെയർ കീ ഒക്കെ വാങ്ങി ഡോറൊക്കെ തുറന്ന് അകത്തൊക്കെ കയറി കഴിയുമ്പോഴത്തേനും കുറെ സമയം എടുക്കും. അപ്പോഴത്തേനും എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല അപകടം പറ്റിയിട്ടാണ് ഈ ഒരു വിധാൻ വിളിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഡോർ ചവിട്ടി പൊളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സുരേഷും ആളുടെ സുഹൃത്തുക്കളും കൂടെയും ഡോറൊക്കെ പൊളിച്ച് ആ ഒരു വീടിനകത്തോട്ട് കയറിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിധാൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ കംപ്ലീറ്റ് ചോരയുണ്ട്. അതേപോലെ തന്നെ വിധാന്റെ പാന്റിലും നിറച്ച് ചോരയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവാണ്. ഉടനെ തന്നെ അവരൊരു ആംബുലൻസ് വിളിച്ചിങ്ങായിട്ട് കോയമ്പത്തൂരുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ഈ ഒരു പയ്യനെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ വിധാനെ കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങി വന്നു. ഇയാളെ കൂടെ വന്നേക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു സുരേഷ് എന്ന് പറഞ്ഞ പയ്യൻ, ഞാനാണ് വന്നിരിക്കുന്നത്, ഞാനെൻ്റെ സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ വളരെ രഹസ്യമായിട്ട് ഈ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല ഇയാൾ കിടന്നതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് വല്ല പാർട്സ് എങ്ങാനും കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഈ പയ്യനും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മനസ്സിലായില്ല. എന്ത് പാട്ട്? അല്ല പ്രൈവറ്റ് പാട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഡോക്ടർ തെളിച്ച് പറയായിരുന്നു, യെസ് വിധാന്റെ പ്രൈവറ്റ് പാർട്ട് ആരോ കട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ നിന്നെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു. ഇത് കേട്ട് സുരേഷ് ആകെപ്പാടെ ഷോക്കായി പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇനി അവന് വേറെ പരിപാടികൾ കാര്യങ്ങളൊന്നും നടക്കൂലേ, ആകെ വല്ലാത്ത സീനാണോ, ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അത് തപ്പിയിട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്നുകൊണ്ട് പോവാൻ ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ അത് പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാണെന്നുള്ള കാര്യം ഡോക്ടർ കൺഫേം ചെയ്യുകയായിരുന്നു. ഈ ഒരു കാര്യം കൂടെ കേട്ടപ്പോൾ ഈ സുരേഷ് ആയിക്കോട്ടെ, ആളുടെ കൂടെ വന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും ഞെട്ടിത്തെരിച്ച് പോവായിരുന്നു. കാര്യം ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു, പാൻറ്റിലൊക്കെ നിറച്ച്, പിന്നെ അവിടെ ഒക്കെ ഫുൾ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത് പോയിട്ടാണ് ഈ ഒരു ബ്ലഡ് വന്നതെന്നുള്ളത് ആ സമയത്ത് അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല.
ഇയാളെ പരിശോധിച്ചപ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലായി ആരോ ഇയാളുടെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതൊരു ക്രൈം ആണല്ലോ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ നിന്നും വിവരം അറിയിക്കുകയാണ്. വിവരം അറിഞ്ഞ ശരവണപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ പോലീസുകാരെത്തി കേസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവർ ആദ്യം ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടേഴ്സ് പോലീസുകാരുടെ അടുത്ത് പറയാണ്, ഇനി ആളുടെ പ്രൈവറ്റ് പാർട്ട് കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഉപകാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആളുടെ ആ ഒരു എന്താ പറയുക സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല, അതൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പോലീസുകാരുടെ അടുത്ത് ഇവർ തെളിച്ച് പറയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാള് ഒരു കോൺഷ്യസ്നെസ്സിലോട്ട് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബിദാൻ ആൾ ഓൾറെഡി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആളെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്ന സമയത്ത് ആള് നല്ല രീതിയിൽ മദ്യലഹരിയിലായിരുന്നു. പോലീസുകാർ എത്തുന്ന സമയത്തും ആള് മുഴുവനായിട്ട് സംസാരിക്കാവുന്ന ഒരു രീതിയിലോട്ടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ബിദാന്റെ അടുത്ത് കാര്യങ്ങൾ എന്താ ചോദിക്കാന്നുള്ളത് പോലീസുകാർ വിചാരിക്കുകയാണ്. നേരെ തന്നെ പോലീസുകാർ ആളുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആള് ഒരേ ഒരു വാക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിന്തി ജിന്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ജിന്തി എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് ഇയാളുടെ കൂടെ, അതായത് പോലീസുകാരുടെ കൂടെ ഈ ഒരു സുരേഷ് കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. സുരേഷിന്റെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ജിന്തി എന്ന് പറഞ്ഞാൽ ഇയാളുടെ വൈഫാണെന്നുള്ള കാര്യം സുരേഷ് പോലീസിന്റെ അടുത്ത് പറയാണ്. അപ്പോൾ ജിന്തി ആയിരിക്കാം ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു ചിന്തയിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അപ്പോഴാണ് ഈ ഒരു സുരേഷ് വേറൊരു കാര്യം കൂടെ പറയുന്നത്. ഞങ്ങള് ഡോറൊക്കെ പൊളിച്ച് അകത്തോട്ട് കയറിയ സമയത്ത് ഈ ഒരു ബിദാൻ അയ്യോ എനിക്ക് വയ്യ, വേദന എടുക്കുന്നു, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പേരൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയ എന്നുള്ളൊരു പേരായിരുന്നു ആ സമയത്ത് ആള് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ജിന്തി തന്നെയാണോ അല്ലാന്നുണ്ടെങ്കിൽ പ്രിയ എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയാണോ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതെന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല. അത് ആവാനുള്ളൊരു സാധ്യത ഇല്ലേ എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു പയ്യൻ പോലീസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഇപ്പോ ആ പയ്യൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിന്തി എന്നുള്ള പേരാണ് ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ജിന്തിനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ആളുടെ വൈഫായിട്ടും രാത്രി ആ ഒരു സമയമായിട്ടും ജിന്തി അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പ്രൈം സസ്പെക്ട് ജിന്തി തന്നെയാണ്. അങ്ങനെ നമുക്ക് ജിന്തി ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു സുരേഷിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ജിന്തിക്കായിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ആ സമയത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് ടീമും ഫോറൻസിക് ടീമും ബിദാൻ താമസിച്ചിരുന്ന വീട്ടിലോട്ട് എത്തുകയായിരുന്നു. അവരവിടെ എത്തി നോക്കുമ്പോഴേത്തിനും അവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ഡോറ് പൊളിഞ്ഞടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാരൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ നാട്ടുകാരൊക്കെ മാറ്റി ആ ഒരു ഏരിയ അവരുടെ കൺട്രോളിലാക്കി. അതിനുശേഷം ഫോറൻസിക് ടീം തെളിവെടുക്കാനായിട്ട് അകത്ത് കയറുകയാണ്. അവർ നോക്കിയപ്പോൾ ഫുൾ ഇവിടെ ചോരയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ ഒരു വെപ്പൺ വേണ്ടിയിട്ട് അവർ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് കിച്ചണിൽ നിന്നും ഒരു നൈഫ് അവർക്ക് ലഭിക്കുന്നത്. അതും ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കാം ഈ ഒരു സംഭവം കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺ എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതിനുശേഷം ഈ കട്ട് ചെയ്ത് കളഞ്ഞ പാർട്ട് വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ തുടർന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് അത് അവിടുത്തെ കിച്ചൺ സിങ്കിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കുകയായിരുന്നു. യെസ്, ആ ഒരു സ്ത്രീ ആ ഒരു പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് നേരെ കൊണ്ടുപോയി സിങ്കിലിട്ടു. എന്നിട്ട് ആ ഒരു കത്തിയും അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടായിരുന്നു അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രൈം നടന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസിന് ഒരു ധാരണ ലഭിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് സുരേഷ് എന്ന് പറയുന്ന പയ്യൻ ഈ ഒരു ബിദാന്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് എത്തിയിട്ട് ഇയാൾ അവിടെ നിന്ന് രക്ഷിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ബ്ലഡ് ലോസ് കാരണം ആള് അവിടെ കിടന്ന് മരിച്ചു പോകാനുള്ള സാധ്യതകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സ് പോലീസിന്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു സുരേഷിന്റെയും ഫ്രണ്ട്സിന്റെ അടുത്ത് ജിന്തി വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അവർക്ക് ഇവിടെ വേറെ സുഹൃത്തുക്കൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോലീസുകാർ നോക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പറയാ ബിദാനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജിന്തിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ബിദാന്റെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവരുടെ വേറെ ബോട്ട്സിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഈ പിള്ളേര് പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ആസാമിൽ നിന്ന് ജോലിക്കായിട്ട് വന്ന ആളുകളാണ്. അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു കൊല്ലത്തിനടുത്തായിട്ട് ഇവരിപ്പോൾ കോയമ്പത്തൂരിലും കാര്യങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബിദാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലംബറാണ്. അപ്പോൾ പല വീടുകളിൽ വിളിക്കുന്നതിനനുസരിച്ചിട്ട് വർക്കിനും മറ്റുമൊക്കെ പോകും. ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ഹൗസ് ഹെൽപ്പാണ്. അതായത് വീടുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യാനായിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെയാണ് അവരവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അങ്ങനെ അവരെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എന്താ പറയാ സുരേഷിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പോലീസുകാരും മനസ്സിലാക്കുകയാണ്.
അങ്ങനെ ഈ ഒരു കോയമ്പത്തൂർ വിട്ട് ചിന്തി പോയിട്ടുണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ബെഞ്ചിലിരിക്കുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവരുടെ കയ്യിലോട്ട് നോക്കുന്നുണ്ട്, കരയുന്നുകൊണ്ട് വല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ കയ്യിൽ ജിന്തിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ അത് ജിന്തി തന്നെയാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നേരെ തന്നെ അവരുടെ അടുത്തോട്ട് പോലീസുകാരെത്താണ്. ജിന്തി അല്ലേ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവര് എന്നുള്ളത് കാര്യം പറഞ്ഞു. പിന്നീട് ഈ പോലീസുകാർ പറഞ്ഞതൊന്നും ജിന്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ജിന്തി പറയുന്നതാണെന്നുണ്ടെങ്കിലും പോലീസിന് വലിയ രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിന്തിക്കാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ആയിരുന്നു അറിയാവുന്ന ഒരു ഭാഷ ഉണ്ടായിരുന്നത്. പോലീസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അത്രത്തോളം ഹിന്ദി ഭാഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജിന്തിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജിന്തി പോലീസുകാരുടെ കൂടെ പോവുകയായിരുന്നു. അങ്ങനെ ജിന്തിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ട് പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ജിന്തിയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചു, നീ എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല ധാരണ എന്താ? എന്തായാലും കുറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അറ്റംപ്റ്റ് ടു മർഡർ ആണ്. ആ ഒരു സമയത്ത് ആ പയ്യന്മാര് അയാളെ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആള് മരിച്ചു പോയനെ. അങ്ങനെ ആള് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കുമല്ലോ കേസ് തന്നെ മാറിയാനെ. അപ്പൊ എന്താണ് സംഭവിച്ചത്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, എങ്ങനെയാണ് നീ അങ്ങനെ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച എല്ലാം തന്നെ വിശദമായിട്ട് പറയാനായിട്ട് പോലീസുകാർ ജിന്തിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അവരവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആസാമിൽ വെച്ച് കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം അവിടെ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു അവർ ജീവിക്കുന്നുണ്ടായിരുന്നത്. കാര്യം ഇയാളൊരു പ്ലംബർ ആയിരുന്നു. അതേപോലെ തന്നെ ജിന്തിയാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുട്ടികൾ വേണ്ട എന്നുള്ളൊരു കാര്യം പിതാൻ പറഞ്ഞപ്പോൾ ഈ ജിന്തി കൂടെ സമ്മതിക്കുകയാണ്. അങ്ങനെ അവര് ആ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സൗത്ത് ഇന്ത്യയിലോട്ട് പോയി നോക്കാം. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിലും കോയമ്പത്തൂരാണെന്നുണ്ടെങ്കിലും കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റവന്യൂ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ഇവിടെ ചെയ്യുന്ന സെയിം പണി തന്നെ നമ്മൾ അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലംബർ ആണ്, നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും, കുക്കിംഗ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഒക്കെ സമ്പാദിക്കാം. അതിനുശേഷം നമുക്ക് കുട്ടികളുടെ കാര്യമൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഈ ഒരു ബിധാൻ ജിന്തിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ജിന്തി അതിന് ഓക്കെ പറയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ രണ്ടുപേരും നേരെ കോയമ്പത്തൂരോട്ട് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. കോയമ്പത്തൂർ എത്തി. ഈ ഒരു ബിധാനാണെന്നുണ്ടെങ്കിൽ പല വീടുകളിലും ഇതേപോലെ തന്നെ പല പല പ്ലംബിംഗ് വർക്കിനും മറ്റുമൊക്കെ പോവാണ്. ആളിങ്ങനെ പല പല ഏരിയകളിലൊക്കെ പോയി പലതരത്തിലുള്ള വർക്കുകളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ തമിഴും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെയുള്ള സമയങ്ങളിലൊക്കെ ആൾക്ക് ചെറുതായിട്ട് തമിഴ് അറിയാന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിന്തിക്കാന്നുണ്ടെങ്കിൽ തീരെ അറിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ജിന്തി ഇതേപോലെ തന്നെ പല വീടുകളിലും എന്താ പറയാ ജോലികൾക്കും മറ്റുമൊക്കെ പോകുന്നുണ്ടായിരുന്നെങ്കിലും ഒരു വീട്ടു ജോലിക്കാരി എന്നുള്ള ഒരു നിലയിൽ അവർക്ക് വലിയൊരു അക്സെപ്റ്റൻസും കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവരൊരു ഹിന്ദിക്കാരിയാണ്, അപ്പോൾ നമ്മളെ വീട്ടിൽ കയറിയിട്ട് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ട് തന്നെയായിരുന്നു അവിടെയുള്ള ആളുകൾ അവർ നോക്കി കണ്ടതായിട്ടാണ് അവർ പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കൂടുതലായിട്ട് ആരും അവരോട് അങ്ങനെ സംസാരിക്കാറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ അവർക്ക് ലാംഗ്വേജ് അറിയായിരുന്നില്ല. പിന്നെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ലാംഗ്വേജ് പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ ആ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും തന്നെ പ്രോപ്പർ ആയിരുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത്. ഈ ബിധാൻ അത്യാവശ്യം നല്ല യങ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. 16 വയസ്സേ ഉള്ളൂ. കാണാനാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്ലംബിംഗ് വർക്കിന് പല പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല സ്ത്രീകളും ഇയാളെ നോക്കുന്നത് ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പെൺകുട്ടികളുമായിട്ട് ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, മെസ്സേജ് അയക്കാനായിട്ട് തുടങ്ങി. അതായത് അതിനുള്ളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ത്രീകളുമായിട്ട് ഇയാൾ വേറെ തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും തുടങ്ങുകയാണ്. ഇവരോട് ആരോടും തന്നെ തന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്റെ വൈഫ് തന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ പല പെൺകുട്ടികളുടെ അടുത്തും പ്രണയം നടിച്ചിട്ടായിരുന്നു. അതേപോലെ തന്നെ കല്യാണം കഴിക്കാമെന്നുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ആള് ഇതേപോലെ തന്നെ പ്രണയവും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതും അതേപോലെ തന്നെ ആളുടെ എന്താ പറയാ നീഡ്സും കാര്യങ്ങളൊക്കെ നടത്തി വന്നിരുന്നതും. ഇതൊന്നും തന്നെ ആളുടെ വൈഫായിട്ടുള്ള ജിന്തി അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ ഫോൺ ജിന്നി എടുത്ത് നോക്കുകയായിരുന്നു. അപ്പോൾ പല സ്ത്രീകളുമായിട്ടും ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ജിന്നിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരുപാടധികം മെസ്സേജുകൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ കോള് വരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ആള് രാത്രി വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ് വീട്ടിലോട്ട് വരുന്നത്. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു, ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എക്സ്ക്യൂസസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജിന്ദിക്ക് 100% ഇയാൾക്ക് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ജിന്ദി ഇയാളുടെ അടുത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഇത്രയും ദൂരം അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടെ നല്ലൊരു ലൈഫ് ഉണ്ടാക്കാനും അത്യാവശ്യം പൈസ ഒക്കെ സമ്പാദിച്ചതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞൊക്കെ വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. ഇപ്പൊ നീ വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ശരിയാവാന്ന് ചോദിച്ചപ്പോ ഈ ഒരു ബിദാൻ ജിന്ദിയുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ആസാമിലോട്ട് പോക്കോ, നിന്റെ ഹസ്ബൻഡ് അവിടെ എന്താ പറയാ കോയമ്പത്തൂര് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണെന്നുള്ള കാര്യം നീ അവിടെ പറഞ്ഞാൽ മതി, നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം, നീ നിന്റെ കാര്യം നോക്കി പോക്കോ, എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരാനൊന്നും പറ്റുമൊന്നുമില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാനും പറ്റില്ല, എനിക്കിവിടെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നിനക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആള് അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ ജിന്ദിക്ക് ആകപ്പാടെ പ്രാന്തായി. അതായത് അവർക്കാണെന്നുണ്ടെങ്കിൽ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, ഹസ്ബൻഡിനെ വിശ്വസിച്ച് വന്നതുമാണ്. ഹസ്ബൻഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല സ്ത്രീകളുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും അതും ഇതൊക്കെ ഒരു സ്ത്രീ കാണാണ്. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ജിന്ദി എത്തുകയായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ജിന്ദിക്ക് ഒരു തോന്നലുണ്ടാവുകയാണ്. ഇയാളുടെ മെയിൻ ആയിട്ടുള്ള ഒരു മെയിൽ ജെനിറ്റൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇയാൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ആ ഒരു ലിങ്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ എന്നെയും ചതിക്കില്ല, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ത്രീകളെയും ഇയാൾ ചതിക്കില്ല. അതുള്ളത് കൊണ്ടാണല്ലോ ഇയാൾ ചതിക്കുന്നത്. അപ്പോൾ അതങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ചിന്ത. അതിന് വേണ്ടിയിട്ട് അവർ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഇറച്ചി വെട്ടണ കത്തി വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്നിട്ട് ആ ഒരു കത്തി അവർ വീട്ടിൽ വെച്ചു. അത് വെച്ച് കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും അവർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കയറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടി കട്ട് ചെയ്ത് കളയണം എന്നുള്ള ഒരു കൺഫർമേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കടന്നുപോയി. എന്നാൽ ഇതിൻ്റെ ഇടയിൽ അവർ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ആള് മരിച്ചുവോ, മരിക്കാനായിട്ട് എത്ര സമയം എടുക്കും, അതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഗൂഗിളിൽ സെർച്ചൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവർ കട്ട് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളൊരു ധൈര്യം അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 18, 2024. അന്നത്തെ ദിവസവും സാധാരണ പോലെ തന്നെ ജിന്ദി രാവിലെ ജോലിക്ക് പോവാണ്. ഇയാളാണെന്നുണ്ടെങ്കിലും സാധാരണ ദിവസം പോലെ തന്നെ രാവിലെ പ്ലംബിംഗ് ജോലിക്കായിട്ട് പോയി. എന്നാൽ അന്ന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ജിന്ദി അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വീട്ടിലോട്ട് എത്തുകയാണ്. അവർ വീട്ടിലോട്ട് എത്തി നോക്കുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ തോട്ടിൽ അവരുടെ ഹസ്ബൻഡ് പ്ലംബിംഗ് വർക്കിന് പോയേക്കാണ്, രാത്രി വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ആരാണുള്ളത് എന്നുള്ള ഒരു ഭയത്തിലും കൂടെയാണ് അവർ വീടിൻ്റെ അകത്തോട്ട് കയറിയത്. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി അവരുടെ ബെഡ്റൂമിൽ കയറി നോക്കിയപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത്. അവർ ഉള്ള വീട്ടിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞിട്ട് പൈസ സ്വരുക്കൂട്ടി വെച്ച് കിടക്കാനായിട്ടൊരു ബെഡില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പൈസ ചേർത്ത് വെച്ച് വാങ്ങിയ ഒരു ബെഡിൽ തൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ വേറൊരു സ്ത്രീയും കൂടെ കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ഇത് കണ്ടവർ ഒച്ച വെക്കാനും തലയിൽ കൈവെക്കാനും രണ്ടുപേരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും പറയുകയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെയുള്ള 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആളുടെ കൂടെ അവിടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ട ആ ഒരു പെൺകുട്ടി ആകെപ്പാടെ ഷോക്കായി പോയി. ആ പെൺകുട്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അതിനുശേഷം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയാണ്, ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയി, നിങ്ങൾ ഇയാളുടെ സഹോദരിയാണെന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ അടുത്ത് ആത്മാർത്ഥ പ്രണയമാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഇയാളുടെ ഭാര്യയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് നിൽക്കില്ലായിരുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബിദാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിന്ദിയുടെ അടുത്ത് വളരെ മോശമായിട്ടായിരുന്നു ആ ഒരു സമയത്ത് പെരുമാറിയത്. നീ കാരണം ഇപ്പോൾ അവളും പോയി, നീ എന്തിനാണ് ഇപ്പം ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നില്ലേ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളൊന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നത്, ആ സമയത്ത് തന്നെ നീ വീട്ടിൽ കയറി ഒന്ന് എല്ലാം നശിപ്പിച്ച് ഇനി എനിക്ക് അവളായിട്ടൊരു കോണ്ടാക്ട് വെക്കാനായിട്ട് പറ്റില്ലല്ലോ, എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ചീത്ത പറയാണ്.
ഇതൊക്കെ കൂടെ കേട്ട സമയത്ത് ജിന്ദിക്ക് എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത് കളയണം എന്നുള്ള ആ ഒരു തോട്ട് തന്നെ വരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഒരു ബിദാൻ നല്ല രീതിയിൽ കുടിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരിക. അങ്ങനെയുള്ളൊരു ദിവസം തന്നെ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ 20 ഇതേപോലെ തന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ കഴിഞ്ഞ ടൈമിൽ നല്ല രീതിയിൽ കുടിച്ചിട്ട് ഇയാൾ വീട്ടിലോട്ട് വരുന്നത്. ആ ഒരു സമയം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ജിന്തി തീരുമാനിക്കുകയാണ്. അന്നത്തെ ദിവസം ആസ് പെർ പ്ലാൻ അവർ ഷാർപ്പൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കത്തി എടുത്തിങ്ങായിട്ട് ഇയാളുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു കത്തിയും അതേപോലെ തന്നെ ആ ഒരു പ്രൈവറ്റ് പാർട്ടും നേരെ കൊണ്ടുപോയി സിങ്കിലിട്ടിട്ട് അവർ ഡോറും ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നടന്നു പോവുമായിരുന്നു. മാസ്കൊക്കെ വെച്ചിട്ടായിരുന്നു അവരിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് തൻ്റെ ലൈഫിൽ നടന്നതെന്നും ഇങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് താൻ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തതെന്നും ജിന്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ രാത്രി ഏകദേശം 9 മണി സമയത്തൊക്കെയാണ് ജിന്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അല്ല നീ രാത്രി 9 മണി ടൈമിലൊക്കെ അതിലൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? ആരും നിന്നെ കണ്ടതായിട്ട് ഒരു റിപ്പോർട്ടിലും പറയുന്നില്ല. എങ്ങനെ നീ അവിടെ നിന്ന് എസ്കേപ്പായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി? അതും കൂടെ പറയാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു ജിന്തിയുടെ അടുത്ത് പറയാണ്. അപ്പോൾ ജിന്തി പോലീസിൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എന്നെ കണ്ടിട്ടില്ല എന്നാ. ആ ഒരു സുരേഷ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിന്തി പിന്നെ തിരുത്തി പറയാണ്, ഈ ഒരു സുരേഷും തൻ്റെ ഹസ്ബൻഡും ഭയങ്കര കൂട്ടുകാരാണെന്നും അവർ കൂട്ടുകാരാകാനുണ്ടായിരുന്ന കാരണത്തെക്കുറിച്ചുമായിരുന്നു പിന്നെ ജിന്തി പറഞ്ഞത്. ഇവർ രണ്ടുപേരും വൻ രീതിയിലുള്ള വായനോക്കികളാണെന്നും അടുത്ത ചായക്കടയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചായക്കടയിലൊക്കെ പോയിരുന്ന് ആ വഴി കൂടെ പോകുന്ന പെണ്ണുങ്ങളെ ഫുൾ സ്കാൻ ചെയ്താണ് ഇവരുടെ രണ്ടുപേരുടെയും പരിപാടി എന്നുള്ളത് കൂടെ ഈ ഒരു പോലീസുകാരുടെ അടുത്ത് ആ ഒരു സ്ത്രീ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ജിന്തി പറഞ്ഞു, അവൻ ശരിയാണ്, അവൻ എൻ്റെ മുഖം കണ്ടിട്ടുണ്ടാവില്ല, ബാക്കിയുള്ളതൊക്കെ അവൻ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും, കറക്റ്റായിട്ട് കളവെടുത്തിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ മാസ്ക് വെക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ ജിന്തിയാണെന്നുള്ളത് ചിലപ്പോൾ അവൻ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. കാര്യത്തിൽ ഇരുട്ടുവാണ്, അതേപോലെ തന്നെ ഒരു സ്ത്രീ നടന്നു വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു ജിന്തി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു സുരേഷ് എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്തും പോലീസുകാരൊന്ന് ചോദിച്ചു, അല്ല രാത്രി 9 മണിക്ക് ജിന്തി അതിൽ കൂടെ പോകുന്ന സമയത്ത് നിന്നെ കണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം നീ എന്തേ ജിന്തിനെ കണ്ട കാര്യം ഞങ്ങളുടെ അടുത്ത് പറയാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ പയ്യന് താൻ ആ സമയത്ത് കണ്ടതും താൻ സ്കാൻ ചെയ്തതും ജിന്തിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. അതും ജിന്തി ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് താൻ കണ്ടത് എന്നുള്ള കാര്യം കൂടെ ആ പയ്യൻ മനസ്സിലാക്കിയപ്പോൾ ആ പയ്യൻ തന്നെ ആകെപ്പാടെ ഷോക്കായി പോവുമായിരുന്നു. പിന്നെ ജിന്തിയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ച അടുത്തൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്തിട്ട് എങ്ങോട്ട് എസ്കേപ്പ് ആവാനായിരുന്നു നിന്റെ തീരുമാനം എന്നുള്ളതായിരുന്നു. തിരിച്ച് നാട്ടിലോട്ട് പോകാനായിരുന്നോ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ജിന്തി പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടാണ് താൻ വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ വീട്ടിൽ കയറ്റില്ല. നിൻ്റെ ഹസ്ബൻഡ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവനൊരാണാണ്, നീ അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടല്ലേ അവൻ പുറത്തു പോയതെന്നുള്ളൊരു രീതിയിലായിരിക്കും വീട്ടുകാർ എൻ്റെ അടുത്ത് പറയാം. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊന്നും എനിക്കൊരു യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എങ്ങനെയോ എത്തിയാണ്, എന്ത് ചെയ്യൂ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്തായാലും നിങ്ങൾ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് നാൾ ജയിലിൽ പോയി സമാധാനമായിട്ടിരിക്കാമല്ലോ. ജയിലിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനവിടെ സമാധാനമായിട്ട് തന്നെ ജീവിച്ചോളാം, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതായിരുന്നു ജിന്തിയുടെ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ജിന്തി ചെയ്തിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 8 തുടങ്ങി 10 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവർക്ക് അത്രയും ശിക്ഷ കിട്ടാം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറവ് ശിക്ഷയായിരിക്കും ലഭിക്കുക. എന്തൊക്കെയാണെങ്കിലും അവരിപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിനെ കുറിച്ചും മറ്റൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.